നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മേജർ രവീസ് അക്കാദമിയിലെ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും യാത്രയയപ്പും നൽകുന്നു. യുദ്ധസ്മാരകത്തിൽ നിന്നും ഘോഷയാത്രയായി എത്തിയാണ് 21 വിദ്യാർത്ഥികൾക്കുള്ള ആദരവ് നൽകുക. ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് ഹരിത കർമ്മസേനാംഗങ്ങൾക്കായി ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. 1ാം സ്ഥാനം കരസ്ഥമാക്കി പായം ഗ്രാമപഞ്ചായത്ത്. കണ്ണൂർ വിമാനത്താവളത്തിന് പോയിന്റ് ഓഫ് കോൾ പതിവ് നൽകാനുള്ള നടപടി സ്വീകരിക്കണം. പ്രമേയത്തിലൂടെ ആവശ്യവുമായി കേരള പ്രവാസി സംഘം. നായനാർ അക്കാദമിയിൽ നടന്ന പരിപാടി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. തലശ്ശേരിയിൽ നടന്ന ആർമി റിക്രൂട്ട്മെന്റ് റാലി ഉൾപ്പെടെ പങ്കെടുത്ത് വിജയം കൈവരിച്ച ജില്ലയിലെ മേജർ രവീസ് അക്കാദമിയിലെ 21 ഉദ്യോഗാർത്ഥികൾക്ക് ഒക്ടോബർ 21 ശനിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് കണ്ണൂരിൽ അനുമോദനവും യാത്രയയപ്പും നൽകുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അഡ്വക്കേറ്റ് TO മോഹനൻ വിജയാരവം ഉദ്ഘാടനം ചെയ്യും. ശനിയാഴ്ച വൈകിട്ട് സ്റ്റേഡിയം പരിസരത്തെ യുദ്ധസ്മാരകത്തിൽ നിന്ന് ആരംഭിക്കുന്ന ഘോഷയാത്ര സ്റ്റേഡിയം കോർണറിൽ സമാപിക്കും. അക്കാദമിയിലെ കുട്ടികളും രക്ഷിതാക്കളും പരിപാടിയിൽ പങ്കെടുക്കും. അപ്പോൾ മേജർ രവീസ് അക്കാഡമി എന്ന് പറയുന്നത് കേന്ദ്ര സേനകളിലേക്ക്, അതായത് ഇന്ത്യൻ ആർമി, ഇന്ത്യൻ നേവി, എയർഫോഴ്സ് തുടങ്ങിയ എല്ലാ കേന്ദ്ര സേനകളിലേക്കും റിട്ടൺ എക്സാംസിനുള്ള ട്രെയിനിങ്ങും അതേപോലെ തന്നെ ഫിസിക്കൽ ട്രെയിനിങ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്രാവശ്യം നമ്മളെ സ്ഥാപനത്തിൽ നിന്ന് 21ഓളം കുട്ടികളാണ് ആർമിയിലേക്കും നേവിയിലേക്കും BSFിലേക്കും കയറിയിട്ടുള്ളത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ മേജർ രവീസ് സാർ നേരിട്ട് പങ്കെടുത്തുകൊണ്ട് കുട്ടികൾക്ക് അനുമോദന ചടങ്ങും അതേപോലെ തന്നെ യാത്രയയപ്പുമാണ് നമ്മൾ കണ്ണൂരിൽ വെച്ച് നടക്കാൻ പോകുന്നത്. അതേപോലെ നമ്മൾ മേജർ രവീസ് അക്കാഡമി എന്ന് പറയുന്നത് വെറും അക്കാഡമിക് നിലയിൽ മാത്രമല്ല, ചാരിറ്റി വർക്കിലും അതേപോലെ തന്നെ മറ്റ് വർക്കുകളും മേജർ രവീസ് അക്കാഡമി പേരെടുത്തിട്ടുണ്ട്. കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബ്ദുൾ നിസാർ വായ്പറമ്പിന്റെ അധ്യക്ഷതയിൽ കണ്ണൂർ കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് TO മോഹനൻ വിജയാരവം ഉദ്ഘാടനം ചെയ്യും. ശനിയാഴ്ച വൈകിട്ട് സ്റ്റേഡിയം പരിസരത്തെ യുദ്ധസ്മാരകത്തിൽ നിന്നും ആരംഭിക്കുന്ന ഘോഷയാത്ര സ്റ്റേഡിയം കോർണറിൽ സമാപിക്കും. അക്കാദമിയിലെ കുട്ടികളും രക്ഷിതാക്കളും പരിപാടിയിൽ പങ്കെടുക്കും. മേജർ രവി, പത്മശ്രീ SRD പ്രസാദ് തുടങ്ങിയവരുമുണ്ടാവും. വിവിധ സേനകളിൽ നിയമനം ലഭിച്ച കുട്ടികൾക്ക് മേജർ രവി ഉപഹാരങ്ങളും ക്യാഷ് അവാർഡുകളും സമ്മാനിക്കും. വാർത്താ സമ്മേളനത്തിൽ MV വിജയൻ, ഗംഗാധരൻ CV, ദർശൻ, രാജ് TM തുടങ്ങിയവർ പങ്കെടുത്തു. ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരെ തിരഞ്ഞെടുത്തു. ഏനാനെല്ലൂർ, മൂവാറ്റുപുഴ, പുത്തിലത്തുമന PN മഹേഷിനെയാണ് പുതിയ ശബരിമല മേൽശാന്തിയായി തിരഞ്ഞെടുത്തത്. നിലവിൽ തൃശൂർ പാറമേക്കാവ് ക്ഷേത്രത്തിൽ മേൽശാന്തിയാണ് PN മഹേഷ്. തൃശൂർ വടക്കേക്കാട് സ്വദേശിയായ PG മുരളിയെ മാളികപ്പുറം മേൽശാന്തിയായും തിരഞ്ഞെടുത്തു. മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് പുതിയ മേൽശാന്തിമാരാകും പൂജകൾ നടത്തുക. പന്തളം കൊട്ടാരത്തിൽ നിന്നുള്ള വൈദേഹ് വർമ്മ, നിരുപമ G വർമ്മ എന്നീ കുട്ടികളാണ് ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരുടെ പേരുകൾ നറുക്കെടുത്തത്. ഇന്നലെയാണ് തുലാമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നത്. തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി K ജയരാമൻ നമ്പൂതിരിയാണ് നട തുറന്നത്. ഇന്നു മുതൽ 22 വരെ വിശേഷാൽ പൂജകൾ ഉണ്ടാകും. ദിവസവും ഉദയാസ്തമയ പൂജ, പടിപൂജ, കളഭാഭിഷേകം, പുഷ്പാഭിഷേകം എന്നിവയുമുണ്ട്. 28 രാത്രി 10 നടയടക്കും. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം നവംബർ 16 തുടങ്ങും. നവംബർ 17 മണ്ഡല മഹോത്സവത്തിനായി ശബരിമല നട തുറക്കും. കേരള പ്രവാസി സംഘം കണ്ണൂർ ജില്ലാ കൺവെൻഷൻ നടന്നു. നായനാർ അക്കാദമിയിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. ചരിത്രപരമായ യാഥാർത്ഥ്യങ്ങളെ വിസ്മരിച്ചുകൊണ്ട് ഇന്ത്യ പ്രധാനപ്പെട്ട സാഹചര്യങ്ങളിൽ എടുത്ത നിലപാടുകളിൽ നിന്ന് മാറിയിട്ടുള്ള ഒരു നിലപാടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്വീകരിച്ചത്. നമ്മുടെ രാജ്യത്തിന്, ഇന്ത്യക്ക് പാലസ്തീൻ വിഷയങ്ങൾ ഉയർന്നു വന്ന ഘട്ടങ്ങളിലെല്ലാം അചഞ്ചലമായ ഒരു നിലപാടുണ്ടായിരുന്നു. ആ നിലപാട് ഉൾപ്പെടുത്തിയതാവട്ടെ സ്വാതന്ത്ര്യ സമരകാലത്ത് മഹാത്മജി ഉൾപ്പെടെ എടുത്ത നിലപാടുകളുടെ അടിസ്ഥാനത്തിലാണ്. പാലസ്തീൻ പ്രശ്നം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ എന്താണ് ഈ വിഷയം എന്നത് പുരോഗമന ചിന്തയുള്ള മുഴുവൻ ആളുകളും അറിയേണ്ട കാര്യമാണ്, അറിവുള്ള കാര്യമാണ്.
കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് പോയിന്റ് ഓഫ് കോൾ പദവി നൽകുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് കേരള പ്രവാസി സംഘം ജില്ലാ കൺവെൻഷൻ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. EMP അബൂബക്കർ അധ്യക്ഷത വഹിച്ചു. P. സൈദാലിക്കുട്ടി റിപ്പോർട്ട് അവതരണം നടത്തി. പ്രശാന്ത് കൂട്ടമ്പള്ളി, PK അബ്ദുള്ള, P. പുരുഷോത്തമൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് വേണ്ടി സംഘടിപ്പിച്ച ക്വിസ് മത്സരത്തിൽ പായം ഗ്രാമപഞ്ചായത്ത് 1ാം സ്ഥാനം നേടി. പരിപാടിയോടനുബന്ധിച്ച് നടന്ന ബോധവൽക്കരണ ക്ലാസ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. വേലായുധൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കുന്ന ഒരു നല്ല പരിപാടി എന്ന നിലയ്ക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ നിങ്ങളേവരെയും സന്തോഷപൂർവ്വം അഭിനന്ദിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ഏറെ കാലമായി ഗ്രാമപഞ്ചായത്തുകളിൽ ഈ രംഗത്ത് സേവനമനുഷ്ഠിക്കുന്ന നമ്മുടെ സഹോദരിമാർ വളരെ എനിക്കറിയാവുന്ന ഒരുപാട് വ്യക്തിത്വങ്ങൾ ഇതിനകത്തുണ്ട്. നമുക്ക് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ കാലഘട്ടം മുതൽ അവരോടൊപ്പം സഹകരിക്കുകയും സഹവസിക്കുകയും ചെയ്ത പലപ്പോഴും അയ്യങ്കുന്ന് പഞ്ചായത്ത് 2ഉം ആറളം കീഴല്ലൂർ പഞ്ചായത്തുകൾ 3ാം സ്ഥാനവും പങ്കിട്ടു. പരിപാടിയോടനുബന്ധിച്ച് നടന്ന ബോധവൽക്കരണ ക്ലാസ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. വേലായുധൻ ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷിജി നടുപ്പറമ്പിൽ, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി PP മീരാബായി, ശുചിത്വ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ KR അജയകുമാർ, ശുചിത്വ ചാർജ് ഓഫീസർ ശുഭ MR എന്നിവർ സംസാരിച്ചു. കൂടാളി, ആറളം, അയ്യങ്കുന്ന് പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ ശുചിത്വ സ്കിറ്റ് അവതരണവും നടന്നു. പഞ്ചായത്തിനാണ് എന്റെ ഹരിതകർമ്മസേന എന്നാ പറയുന്നത്. പ്ലാസ്റ്റിക് എല്ലാ മാസം കളിയാണ് നമ്മൾ ഈ ഇറ്റുകളെ. ഇടവേളക്കുമ്പോൾ പ്രധാന വാർത്തകൾ വീണ്ടും. മേജർ രവീസ് അക്കാദമിയിലെ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും യാത്രയയപ്പും നൽകുന്നു. യുദ്ധസ്മാരകത്തിൽ നിന്നും ഘോഷയാത്രയായി എത്തിയാണ് 21 വിദ്യാർത്ഥികൾക്കുള്ള ആദരവ് നൽകുക. ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് ഹരിതകർമ്മ സേനാംഗങ്ങൾക്കായി ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. 1ാം സ്ഥാനം കരസ്ഥമാക്കി പായം ഗ്രാമപഞ്ചായത്ത്. കണ്ണൂർ വിമാനത്താവളത്തിന് പോയിന്റ് ഓഫ് കോൾ പദവി നൽകാനുള്ള നടപടി സ്വീകരിക്കണം. പ്രമേയത്തിലൂടെ ആവശ്യവുമായി കേരള പ്രവാസി സംഘം. നായനാർ അക്കാദമിയിൽ നടന്ന പരിപാടി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC +2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc ഇൻ ഫാഷൻ ഡിസൈനിങ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനേഴ്സ് ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Thank
Pulikal Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തകൾ തുടരുന്നു. കേരളത്തിലെ സഹകരണ മേഖലയെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നീക്കത്തിനെതിരെ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സഹകരണ സംരക്ഷണ സദസ്സ് സംഘടിപ്പിച്ചു. സ്റ്റേഡിയം കോർണറിൽ നടന്ന സദസ്സ് സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന്റെ ഭരണഘടനയെ വെല്ലുവിളിക്കുന്നു, രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനം അട്ടിമറിക്കുന്നു, രാജ്യത്തിന്റെ പൊതു താല്പര്യങ്ങൾ തകർന്ന രൂപത്തിലേക്ക് വരുന്നു, സംസ്ഥാനത്തിന്റെ അവകാശങ്ങൾ കവർന്നെടുക്കുന്നു, അർഹതപ്പെട്ടത് നിഷേധിക്കുന്നു. ഈ രൂപത്തിലേക്കുള്ള രൂപങ്ങളെല്ലാം വരുന്നതുകൊണ്ടാണ് ആഗോളമാനവും ദേശീയമാനവും നമ്മൾ കണ്ടുപോകണം എന്ന് സൂചിപ്പിക്കുന്നു. നമ്മുടെ സംസ്ഥാനത്തേക്ക് വന്നാൽ സംസ്ഥാനത്ത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കേരളത്തിൽ ഇന്ന് സഹകരണ പ്രസ്ഥാനം കടന്നയില്ലാത്ത ഒരു മേഖലയില്ല. ജനനം മുതൽ മരണം വരെയുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു മേഖലയായി കേരളത്തിൽ സഹകരണ പ്രസ്ഥാനം പടർന്ന് പന്തലിച്ച് മുന്നോട്ട് വരുന്നു. ഏത് രംഗം വേണമെങ്കിലും എടുത്തുള്ളൂ, അതിൽ ഏറ്റവും പ്രധാനമായി ക്രെഡിറ്റ് രംഗം. ആ ക്രെഡിറ്റ് രംഗത്ത് ഏതെങ്കിലും ഒന്നോ രണ്ടോ ബാങ്കിൽ ക്രമക്കേടുണ്ടായി എന്ന് വിചാരിച്ച് ആ ബാങ്കിൽ മാത്രമേ പ്രശ്നമുള്ളൂ. അതിന് കേരളത്തിലെ ആകെ ബാങ്കിൽ പ്രശ്നമാണ്, ആകെ സൊസൈറ്റികൾക്ക് പ്രശ്നമാണ്. പക്ഷേ പ്രചരണം മുഴുവൻ ഏതെങ്കിലും ഒരു ബാങ്കിൽ വന്നാൽ അത് മുഴുവൻ കോർപ്പറേറ്റ് സെക്ടർ തകർന്നു എന്ന രൂപത്തിലാണ്. പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി PP ദാമോദരൻ അധ്യക്ഷനായി. CA അജീർ പ്രകാശൻ മാസ്റ്റർ തുടങ്ങി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, സഹകാരികൾ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി ന്യൂസ്, കണ്ണൂർ. ഒരാഴ്ചയോളമായി ഡെങ്കിപ്പനി ബാധിച്ചതിനെ തുടർന്ന് ചികിത്സയിലിരുന്ന വിദ്യാർത്ഥി മരിച്ചു. പുളിക്കൽ കക്കോടിയിലെ P ആശിഷ് ചന്ദ്രനാണ് മരിച്ചത്. ഫിസിക്സിൽ PhD വിദ്യാർത്ഥിയും ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് ജേതാവുമായിരുന്നു ആശിഷ് ചന്ദ്ര. റിട്ടയേർഡ് അധ്യാപകൻ രാമചന്ദ്രൻ്റെയും പുളിക്കൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഗൗരിയുടെയും മകനാണ്. സഹോദരൻ മിഥുൻ ചന്ദ്ര. മൃതദേഹം വ്യാഴാഴ്ച ഉളിക്കലിലെ വീട്ടിൽ പൊതു ദർശനത്തിന് വെച്ച ശേഷം 10 മണിയോടെ പരിക്കളം കയനിയിൽ തറവാട് വീട്ടുവളപ്പിൽ സംസ്കരിക്കും. കണ്ണൂർ ദസറയുടെ 3ാം ദിനം മേളപ്പെരുക്കത്തിൻ്റെ പെയ്തിറക്കമായി ആസ്വാദക മനം കവർന്നു. പരിപാടികൾ ആസ്വദിക്കുന്നതിനായി വിദേശ വിനോദസഞ്ചാരികളും എത്തിയത് കൗതുക കാഴ്ചയായി. കണ്ണൂർ കോർപ്പറേഷൻ ഒരുക്കുന്ന കണ്ണൂർ ദസറയുടെ 3ാം ദിനമായ ചൊവ്വാഴ്ച സാംസ്കാരിക സമ്മേളനത്തോടെ ആരംഭിച്ച പരിപാടി എഴുത്തുകാരൻ കൽപ്പറ്റ നാരായണൻ ഉദ്ഘാടനം ചെയ്തു. കൗൺസിലർ കൂക്കിരി രാജേഷ് അധ്യക്ഷത വഹിച്ചു. ലോകം യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ എല്ലാവരും ഒരുമിക്കുന്ന കണ്ണൂർ ദസറ ലോക സമാധാനത്തിന് വലിയ സമ്മാനമായി മാറുന്ന വേദിയായി മാറണമെന്ന് കൽപ്പറ്റ നാരായണൻ പറഞ്ഞു. ഇത് ഹൃദയങ്ങളുടെ ഉത്സവമാണ്. കൊറോണയ്ക്ക് ശേഷം എല്ലാം അവസാനിച്ചെന്ന് കരുതിയിടത്തു നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പാണ്. ഇവിടെ വിഭാഗീയ ചിന്തകൾക്ക് സ്ഥാനമില്ല. അപരവിദ്വേഷത്തിനെതിരെയുള്ളതാണ് ആഘോഷം. സമൂഹത്തിലെ എല്ലാ വിദ്വേഷത്തിനും പ്രതിവിധി ഉത്സവമാണ് എന്നും അദ്ദേഹം പറഞ്ഞു. അമ്മ എന്ന വെളിച്ചവും കരുതലും ഇല്ലാതാകുന്നതുപോലും ആശ്വാസമായി കരുതുന്നത് ഇതിവൃത്തമായ ആശ്വാസം എന്ന കവിത ചൊല്ലിയാണ് അദ്ദേഹം പ്രസംഗം അവസാനിപ്പിച്ചത്. മനുഷ്യാവകാശ ആക്ടിംഗ് ചെയർമാൻ K ബൈജുനാഥ്, പെരുവനം കുട്ടന്മാരാർ എന്നിവർ മുഖ്യാതിഥികളായി. മുണ്ടേരി ഗംഗാധരൻ, EVG നമ്പ്യാർ, O അശോക് കുമാർ, മനോഹരൻ C, കൗൺസിലർ V ബാലകൃഷ്ണൻ, മിനി അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കൗൺസിലർമാരായ KM സരസ, മിനി അനിൽകുമാർ, അഡ്വക്കേറ്റ് ചിത്തിര ശശിധരൻ, മുനിസിപ്പൽ സ്റ്റാഫ് യൂണിയൻ പ്രതിനിധി PR സ്മിത തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. തുടർന്ന് ദേവിക സജീവൻ അവതരിപ്പിച്ച ഭരതനാട്യം, കണ്ണൂർ കോർപ്പറേഷൻ ജീവനക്കാർ അവതരിപ്പിച്ച ഡാൻഡിയ നൃത്തം, ഫ്ലവേഴ്സ് TV ടോപ്പ് സിംഗർ ഫൈനലിസ്റ്റ് സിദ്നാൻ താജ് അവതരിപ്പിച്ച ഗാനങ്ങൾ, കോർപ്പറേഷൻ ബഡ്സ് സ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഗ്രൂപ്പ് ഡാൻസ് എന്നിവയും അരങ്ങേറി. ശേഷം പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ നയിച്ച പാണ്ടിമേളം അരങ്ങേറി. പാണ്ടിമേളം കൊട്ടിക്കയറിയപ്പോൾ സദസ്സും താളം പിടിച്ച് അതിനൊപ്പം ആറാടിയപ്പോൾ തൃശൂർ പൂരം കണ്ണൂർ കലക്ട്രേറ്റ് മൈതാനിയിൽ പെയ്തിറങ്ങിയതുപോലെയായി. കണ്ണൂർ ജില്ലയിലെ ട്രാവൽ ഏജൻസികളുടെ സംഘടനയായ കണ്ണൂർ ഡിസ്ട്രിക്ട് ട്രാവൽ ഏജന്റ് അസോസിയേഷൻ KDTA വാർഷിക സമ്മേളനം ഓൺ ബോർഡ് 2023 എന്ന പേരിൽ ഒക്ടോബർ 21 പുതിയതൊരു മാഗ്നറ്റ് ഹോട്ടലിൽ വെച്ച് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ശനിയാഴ്ച രാവിലെ മുതൽ നടക്കുന്ന പരിപാടി തുറമുഖ പുരാവസ്തു വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ എയർപോർട്ടിനോടുള്ള അവഗണനയ്ക്കെതിരെ, അതോടൊപ്പം തന്നെ
പെട്ടെന്ന് സർവീസ് നിർത്തിവെച്ചത് മൂലം ഞങ്ങൾ ബുദ്ധിമുട്ടിയ ഗോഫസ്റ്റ് റീഫണ്ട് വിഷയത്തിലൊക്കെ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് വലിയ പിന്തുണയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. മട്ടന്നൂർ എയർപോർട്ടിനോടുള്ള അവഗണനയ്ക്കെതിരെ എയർപോർട്ട് സംരക്ഷണ റാലി സംഘടിപ്പിച്ചുകൊണ്ട് KDTA പ്രവർത്തന പദങ്ങളിൽ ഏറെ മുന്നോട്ട് പോയ ഒരു വർഷം കൂടിയാണ് നിലവിലെ ഈ വർഷം. അതുപോലെ തന്നെ ജില്ലയിലെ ട്രാവൽ ഏജൻസികൾ ഏറെ പ്രയാസമനുഭവിച്ച ഒരു സമയമെന്നത് കോവിഡ് കാലമാണ്. ആ കോവിഡ് കാലത്ത് നിന്ന് നമ്മുടെ ബിസിനസ്സും മറ്റുമൊക്കെയായി ചെറിയ രീതിയിലെങ്കിലും കരകയറി വരുമ്പോഴാണ് കണ്ണൂരിലെ ഹബ്ബായിക്കൊണ്ട് UAE-യിലേക്കും മറ്റ് GCC രാജ്യങ്ങളിലേക്കും സർവീസ് നടത്തിയിരുന്ന ഗോഫസ്റ്റ് എയർലൈൻ പൊടുന്നനെ അവരുടെ സർവീസുകളൊക്കെ റദ്ദാക്കുകയും ലക്ഷക്കണക്കിന് രൂപ ഓരോ ട്രാവൽ ഏജൻറ്റുമാർക്കും അതോടൊപ്പം തന്നെ യാത്രക്കാർക്കും കിട്ടാനുള്ള രീതിയിൽ നിലവിൽ റീഫണ്ട് വിഷയത്തിൽ യാതൊരു പരിഹാരവും കാണാതെയാണ് മുന്നോട്ട് പോകുന്നത്. അത്തരമൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കൂടി കടന്നു പോകുന്ന ഒരവസരത്തിൽ കൂടിയാണ് ഓൺബോർഡ് 2023 മെഗാ മീറ്റപ്പ് നടക്കുന്നത്. മേയർ TO മോഹനൻ വിശിഷ്ടാതിഥിയാവും. ജില്ലയിലെ 250ഓളം ട്രാവൽ ഏജന്റുമാരും സ്റ്റാഫുകളും പങ്കെടുക്കും. കണ്ണൂർ വിമാനത്താവളം നിലവിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും ഗോഫസ്റ്റ് സർവീസ് നിർത്തലാക്കിയതിനെ തുടർന്നുള്ള റീഫണ്ട് ലഭിക്കാത്തതടക്കമുള്ള പ്രതിസന്ധിയും സമ്മേളനം ചർച്ച ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് അമീർ അലി തങ്ങൾ, ജില്ലാ ജനറൽ സെക്രട്ടറി സിറാജ് മാവിലായി, ജോയിന്റ് സെക്രട്ടറിമാരായ മുസമ്മിൽ പുല്ലൂപ്പി, റയീസ് അത്താഴക്കുന്ന്, അഫ്സൽ കായക്കൂൽ എന്നിവർ പങ്കെടുത്തു. ശാസ്ത്രീയ മാലിന്യ ശേഖരണവും സംസ്കരണവും മാതൃക രൂപപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള സംസ്ഥാനതല ശില്പശാല അസിസ്റ്റന്റ് കളക്ടർ അനൂപ് ഗാർഗ് IAS ഉദ്ഘാടനം ചെയ്തു. ജില്ലയിൽ നടത്തിവരുന്ന മാലിന്യ സംസ്കരണ പദ്ധതികൾ മാതൃകാപരമാണെന്നും ഇത് കൂട്ടായ്മയുടെ വിജയമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. And also I keep sitting with collectors in his chamber and I see every evening Sumanji coming in the evening around 5 o'clock giving the daily report, and he's so passionate about what he's doing that you realize that everything is okay and you don't have to intervene anywhere. So thank you once again. നാറാത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് K രമേശൻ, നവകേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ EK സോമശേഖരൻ, ശുചിത്വ മിഷൻ കോർഡിനേറ്റർ KM സുനിൽകുമാർ, PK കേശവൻ നായർ, GK സുരേഷ് കുമാർ, KM സുനിൽകുമാർ, രത്നാകരൻ PV എന്നിവർ സംസാരിച്ചു. അജൈവ മാലിന്യ സംസ്കരണം അടിസ്ഥാന സൗകര്യം രൂപപ്പെടുത്തുന്നതിനെക്കുറിച്ച് സംസ്ഥാന ശുചിത്വ മിഷൻ കൺസൾട്ടന്റ് N ജഗജീവൻ ക്ലാസ് എടുത്തു. സ്റ്റാൻഡേർഡ് ഓഫ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ SOP ശുചിത്വ മിഷൻ കേരള കമ്പനി KSWB കൂടെ ചേർന്ന് തയ്യാറാക്കി. ആ തയ്യാറാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വർക്ക്ഷോപ്പ് നടക്കുന്നത്. അപ്പോൾ ഈ നാളെ വൈകുന്നേരം ആകുമ്പോൾ ആ SOP നമുക്ക് ഏറെക്കുറെ ഫൈനലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ സോഫ്റ്റ് കോപ്പി നമ്മളിവിടെ എല്ലാവരും സെപ്പറേറ്റ് ചെയ്യും. അപ്പോൾ അതും ഇതിൻ്റെ കൂടെ നോക്കുക, ഫീൽഡ് വിസിറ്റ് സമയത്ത് നോക്കുക. എല്ലാ ജില്ലകളിലെയും ക്ലീൻ കേരള കമ്പനി മാനേജർമാർ, കുടുംബശ്രീയുടെയും കിലയുടെയും പ്രതിനിധികൾ എന്നിവരാണ് പങ്കെടുത്തത്. വ്യാഴാഴ്ച മാതൃകാ മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങളിൽ പ്രതിനിധികൾ സന്ദർശനം നടത്തുന്നതാണ്. അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ് നാടും നഗരവും ജലാശയങ്ങളും വൃത്തിഹീനമാക്കുന്നത് എന്റെ നാടിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. അതിനാൽ ചെറുതോ വലുതോ ആയ ഒരു പാഴ്വസ്തുവും ഞാൻ വലിച്ചെറിയില്ല. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കണ്ണൂർ മിറർ പ്രഥമ ഗുരുസാഗര പുരസ്കാരം ശ്രീ ഭക്തി സംവർദ്ധിനി യോഗം സെക്രട്ടറി KP പവിത്രൻ അർഹനായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ശ്രീനാരായണ സന്ദേശം പ്രചരിപ്പിക്കുന്നതിൽ വഹിക്കുന്ന പങ്ക് കണക്കിലെടുത്താണ് പുരസ്കാരം നൽകുന്നത്. ഒക്ടോബർ 21 ശനിയാഴ്ച രാവിലെ 10 മണിക്ക് കണ്ണൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ പുരസ്കാര ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. ബഹുമാനനായ ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ ഒരു അവാർഡ് കണ്ണൂർ മിററിൻ്റെ ആഭിമുഖ്യത്തിൽ ഏർപ്പെടുത്തുന്നത്, അതിൻ്റെ പ്രഥമ പുരസ്കാരം KP പവിത്രൻ എന്ന നമുക്കറിയാം പൊതുകാര്യ രംഗത്ത് വളരെ സജീവവും നിസ്വാർത്ഥനായ പൊതുപ്രവർത്തകനും അതോടൊപ്പം ശ്രീനാരായണ ഗുരുവിൻ്റെ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ കുറേ വർഷങ്ങളായി കണ്ണൂരും അതുപോലെ തന്നെ എല്ലാവരും വളരെ സജീവമായി ഇടപെടുന്ന ഒരാളാണ് KP പവിത്രൻ. അദ്ദേഹത്തെക്കുറിച്ച് നോട്ട് ഇവിടെ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്.
അദ്ദേഹത്തിനാണ് ഞങ്ങൾ പുരസ്കാരം കൊടുക്കുന്നത്. ഇത് വിതരണം ചെയ്യുന്നത് ബഹുമാനനായ വന്യജീവി സംരക്ഷണ വകുപ്പ് മന്ത്രി ശ്രീ AK ശശീന്ദ്രൻ അവർകളാണ്. ആ പരിപാടിയിൽ മുഖ്യാതിഥിയായി നമ്മുടെ കേരളത്തിലെ പ്രിയങ്കരനായ കഥാകൃത്ത് ശ്രീ T പത്മനാഭനാണ്. ഗുരുസാഗര പതിപ്പ് പ്രകാശനം ഏറ്റുവാങ്ങുന്നത് നമ്മുടെ മേയർ TO മോഹൻ അവർകളാണ്. പ്രശസ്ത കഥാകൃത്ത് T പത്മനാഭൻ മുഖ്യ അതിഥിയാവും. കടന്നപ്പള്ളി രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിക്കും. ഗുരുസാഗരം പതിപ്പിന്റെ പ്രകാശനം കണ്ണൂർ കോർപ്പറേഷൻ മേയർ TO മോഹനൻ SNDP കണ്ണൂർ യൂണിയൻ പ്രസിഡന്റ് M സദാനന്ദന് നൽകി പ്രകാശനം ചെയ്യും. SNDP ദേവസ്വം സെക്രട്ടറി അരയാക്കണ്ടി സന്തോഷ് വിശിഷ്ട അതിഥിയാകും. വാർത്താ സമ്മേളനത്തിൽ T മിലേഷ് കുമാർ, അഡ്വക്കേറ്റ് റഷീദ് കവായി, ശ്രീധരൻ കാരാട്ട്, PC അശോകൻ, K സത്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കോഴിക്കോട് റെസിഡൻസ് അസോസിയേഷനുകളുടെ കൂട്ടായ്മയായ കോൺഫെഡറേഷൻ ഓഫ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ നോർത്ത് കേരളയുടെ പ്രഥമ സമ്മേളനം കോഴിക്കോട് കൈതപ്പൊയിൽ മർക്കസ് നോളജ് സിറ്റിയിൽ നടന്നു. കോർവ സംസ്ഥാന ആക്ടിംഗ് പ്രസിഡന്റ് പുതുക്കുടി മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിൽ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് R അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. നൌഷാദ് മലപ്പുറം, KP ജനാർദ്ദനൻ, ദ്വാരക ഉണ്ണി, MK ബീരാൻ, KP മുരളീകൃഷ്ണൻ, KK റസാഖ് ഹാജി എന്നിവർ പ്രസംഗിച്ചു. ഭാരവാഹികളായി പ്രസിഡന്റ് R അനിൽകുമാർ, സെക്രട്ടറി നൌഷാദ് മലപ്പുറം, ട്രഷറർ KP മുരളീധരൻ, വൈസ് പ്രസിഡന്റുമാർ KP ജനാർദ്ദനൻ, സതീദേവി കുളങ്ങര, ജോയിന്റ് സെക്രട്ടറിയായി MK ബീരാൻ എന്നിവരെ ഏകകണ്ഠമായി തിരഞ്ഞെടുത്തു. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് പുതുക്കുടി മുരളീധരൻ, ജോളി കാക്കശ്ശേരി, KT ഹംസ, MV സന്ദീപ്, C പ്രമോദ്, KK സതീഷ് കുമാർ, A രത്നാകരൻ മാസ്റ്റർ, ജയകുമാർ, MP രാമകൃഷ്ണൻ, അഡ്വക്കേറ്റ് കാതിരി എന്നിവരെയും തെരഞ്ഞെടുത്തു. എല്ലാ ജില്ലകളിലും റെസിഡൻസ് അസോസിയേഷനുകൾ ശക്തിപ്പെടുത്താനും മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി എല്ലാ റെസിഡൻസ് അസോസിയേഷനുകളിലും പ്രാദേശിക ഭരണകൂടവുമായി സഹകരിച്ച് ഉറവിട മാലിന്യ സംസ്കരണ പദ്ധതികൾ ആരംഭിക്കാനും തീരുമാനിച്ചു. റെസിഡൻസ് അസോസിയേഷനുകൾക്ക് നൽകുന്ന സ്റ്റാറ്റ്യൂട്ടറി സംവിധാനം സുതാര്യമാക്കുന്നതോടൊപ്പം നിലവിലുള്ള ആശങ്ക ദൂരീകരിക്കണമെന്നും തെരുവുനായ ശല്യം, മയക്കുമരുന്ന് മാഫിയകൾക്കെതിരെ ശക്തമായ നടപടികൾ സർക്കാരുകൾ സ്വീകരിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. ഒക്ടോബർ 29 കോർവ നോർത്ത് കേരളയുടെ എക്സിക്യൂട്ടീവ് യോഗം കണ്ണൂരിൽ വെച്ച് നടത്താനും തീരുമാനിച്ചു. മാച്ചേരിയിലെ സൗരവ് നൊമ്പര കാഴ്ചയാവുന്നു. ഒരു പനി വന്നത് കാരണം ജീവിതം പോലും ഇരുമ്പഴിക്കുള്ളിൽ ആയിപ്പോയ ഒരു 24 വയസ്സുകാരൻ. അക്രമ സ്വഭാവം വർദ്ധിച്ചതോടെ ഇരുമ്പ് ചട്ടക്കൂടിനുള്ളിൽ തളച്ചിടേണ്ട അവസ്ഥ മറ്റൊരു മാതാപിതാക്കൾക്കും ഉണ്ടാവരുത് എന്നാണ് ഇത് കാണുന്ന ഓരോരുത്തർക്കും പറയാനാവുന്നത്. ഏകമകനായ സൗരവ് മാച്ചേരി ന്യൂയോർക്ക് സ്കൂളിൽ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നതുവരെ എല്ലാ കുട്ടികളെയും പോലെ ചിരിച്ചും കളിച്ചും നടന്നിരുന്നു. ആ സമയത്ത് ഒരു പനി വന്നതായിരുന്നു ഇന്ന് കാണുന്ന രോഗാവസ്ഥയുടെ തുടക്കം. പിന്നീട് പല ഡോക്ടർമാരെയും ഹോസ്പിറ്റലുകളിലും മാറി മാറി ചികിത്സിച്ചുവെങ്കിലും രോഗത്തിന് മാറ്റമുണ്ടായില്ല. എന്നു മാത്രമല്ല, രോഗം വേറൊരവസ്ഥയിലേക്ക് മാറുകയായിരുന്നു. ഇപ്പോൾ മകന് 24 വയസ്സായെന്നും ഇപ്പോഴും ചികിത്സയിലാണെന്നും വീടിന് പുറത്തിറങ്ങിയാൽ എങ്ങോട്ടെന്നില്ലാതെ ഓടുകയും അക്രമ സ്വഭാവം കാണിക്കുമെന്നതിനാൽ വീട്ടിൽ പ്രത്യേക ഇരുമ്പഴിയുടെ വാതിൽ തീർത്ത് പൂട്ടിയിടേണ്ട അവസ്ഥയാണെന്നും നല്ല ചികിത്സ ലഭ്യമായാൽ രോഗം മാറുമെന്ന് വിശ്വസിക്കുന്നതായും അതിനൊരു വഴി ഉണ്ടാക്കണമെന്നും അമ്മ രമ പറയുന്നു. വരെ സ്കൂളെല്ലാം പോയ കുട്ടിയാണ്. അതിനുശേഷം ഒരു പനി വന്ന് അന്നേരമാണ് ഇങ്ങനെ സുഖമില്ലാണ്ടായി. അന്ന് മുതൽ ഇന്ന് വരെയും ചികിത്സ തന്നെ. അപ്പോൾ വലിയൊരു മാറ്റമൊന്നുമില്ല. ഇപ്പം ഗ്രിൽസിൻ്റെ ഉള്ളിലാക്കിയിട്ട് അങ്ങനെ ആണുള്ളത്. അതിനെന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടെങ്കിൽ വരുത്താൻ കഴിയുമെങ്കിൽ ചികിത്സിച്ചിട്ട് നമുക്ക് അത് രക്ഷപ്പെടുത്തണമെന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെ അക്രമം കാണിക്കൂ, അവസ്മാരളുമ്പോൾ അല്ലാണ്ട് വയലൻ്റ് ആവും. ഇവിടെ ഇപ്പം അച്ഛനും അമ്മയും മാത്രം എൻ്റെ ഒപ്പം. ഇപ്പം പരിഹാരത്തെ ചികിത്സയാണുള്ളത്. പിന്നെ നല്ലോണം ഒരു മാറിയിട്ട് ഓനെ രക്ഷപ്പെടുത്തേണ്ടിയിട്ടാണ് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ എല്ലാവരും സഹായിക്കുക. അമ്മ രമയോട് മാത്രമാണ് ചങ്ങാത്തം. വീടിനകത്തുള്ള ഉപകരണങ്ങളും ടിവിയും എല്ലാം പലപ്പോഴായി തകർത്തു. ഇത്തരത്തിൽ അക്രമം പതിവായതോടെയാണ് ഏറെ വേദനയോടെയെങ്കിലും മകനെ ഒറ്റമുറിക്കുള്ളിൽ പാർപ്പിക്കേണ്ടി വന്നത്. മകനെ പരിചരിക്കേണ്ടതുകൊണ്ട് അമ്മ രമയ്ക്കും ശാരീരിക അവശതകളെ തുടർന്ന് അച്ഛൻ ഗോവിന്ദനും ജോലിക്ക് പോകാൻ പറ്റാറില്ല. നിലവിൽ പരിയാരം മെഡിക്കൽ കോളേജിലെ ചികിത്സയിലാണ് സൗരവ്. മരുന്നിനും ചികിത്സാ ചെലവിനുമായി ഏകദേശം 5000 രൂപയെങ്കിലും മാസത്തിൽ ചെലവ് വരുന്നുണ്ട്. ഈ വിവരം ശ്രദ്ധയിൽപ്പെട്ട താഴേക്കാവിൻമൂലയിൽ ലോട്ടറി കട നടത്തുന്ന കാഴ്ചപരിമിതി നേടുന്ന പ്രശാന്തൻ തനിക്ക് ലോട്ടറിയിൽ നിന്നും കിട്ടുന്ന വരുമാനത്തിൽ നിന്നും ഒരു വിഹിതം മാറ്റിവെച്ച് സൗരവിന്റെ കുടുംബത്തെ സഹായിക്കാൻ നിൽക്കുകയുണ്ടായി. പ്രശാന്തൻ ലോട്ടറി വിറ്റ് കിട്ടുന്ന വരുമാനത്തിൽ നിന്നും മിച്ചം പിടിച്ച് ഇത്തരത്തിൽ ദുരിതമനുഭവിക്കുന്ന 11 പേരെ ഇതുവരെയായി സഹായിച്ചിട്ടുണ്ടെന്നും ബമ്പർ ലോട്ടറിയിൽ നിന്നും കിട്ടുന്ന തുകയാണ് ഇത്തരം കാരുണ്യ പ്രവൃത്തിക്ക് ചിലവഴിക്കുന്നതെന്നും കുടുംബത്തിന്റെ പൂർണ്ണ പിന്തുണയും ഇക്കാര്യത്തിൽ ലഭിക്കുന്നതായും പ്രശാന്തൻ പറഞ്ഞു. എൻ്റെ പേര് പ്രശാന്ത് എന്നാണ്. പിന്നെ എൻ്റെ വീട് ഓടത്തിൽപീടിയ.
കാവുമല വടത്തുപടിക്കാണ് താമസം. പിന്നെ ജന്മനാലെ കാഴ്ചയില്ലാത്ത ആളാണ്. അപ്പം ചില സ്കൂളിൽ ചേർന്നവരാണ്. കാഴ്ച പഠിക്കാൻ പറ്റാത്തതുകൊണ്ട് ബോർഡ് എഴുതി വായിക്കാൻ പറ്റാത്തതുകൊണ്ട് പഠിപ്പ് 1-ാം ക്ലാസ്സിൽ അവസാനിച്ചതാണ്. അപ്പോൾ അതുപോലെ 15 വയസ്സിലെ ഞാൻ ലോട്ടറി വിറ്റിട്ട് ജീവിതം കൊണ്ടാടുന്നതാണ്. അപ്പോൾ പിന്നെ ഇപ്പോൾ വീട്ടിൽ ഭാര്യയും 2 മക്കളുമാണ് ഉള്ളത്. അപ്പോൾ ലോട്ടറി വിറ്റിട്ടാണ് നമ്മൾ ജീവിതം കഴിയുന്നത്. ഒരു മോളെ കല്യാണം കഴിഞ്ഞ് അടുത്ത മോള് പഠിക്കുന്നതാണ്. പിന്നെ ഞാൻ എൻ്റെ പ്രയാസങ്ങൾ മനസ്സിലാക്കിയിട്ട് ചെറുതിലെ പിന്നെ എൻ്റെ ഓപ്പറേഷൻ ഞാൻ തന്നെ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് എനിക്കുണ്ടായത് ജോലി ചെയ്തിട്ട്. അപ്പോൾ അത് മറ്റുള്ളവർക്ക് ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുന്ന മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ പിന്നെ ഈ ലോട്ടറി വിറ്റ് ബമ്പർ ലോട്ടറി വിറ്റിട്ട് ഒരു വീതം മാറ്റി വെച്ചിട്ട് ഞാൻ 2017 മുതലേ പല ആൾക്കാരെയും ഈ കടുപ്പിലായ ചികിത്സ രോഗം ബാധിച്ച് കടുപ്പിലായ ആൾക്കാരെ സഹായിക്കാനുള്ളൊരു മനസ്സ് എനിക്കുണ്ടായത്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് 11ാമത്തെ ആളെയാണ് ഞാൻ സഹായിക്കുന്നത്. പിന്നെ ചെറിയൊരു വീതം ഈ ബമ്പർ ലോട്ടറിയുടെ വിറ്റിട്ട് സഹായിക്കുന്നതുകൊണ്ടാണ്. കൗൺസിലർ VK ശ്രീലത, KV സജിത്ത്, P രാജീവൻ, C ഷിജിൽ എന്നിവർ സൗരവിന്റെ ചികിത്സയുടെ കാര്യത്തിൽ മേൽനോട്ടം വഹിക്കാൻ എന്നും കൂടെ ഉണ്ടാകാറുണ്ട്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണ്ണവില ഗ്രാമിന് 5545, പവന് 44,360 രൂപ, വെള്ളി 78 രൂപ. അറിയിപ്പ്. ജില്ലകളിലുള്ളവർക്ക് പങ്കെടുക്കാം. ജില്ലാ ആസൂത്രണ സമിതി യോഗം. ജില്ലാ ആസൂത്രണ സമിതി യോഗം ഒക്ടോബർ 19 രാവിലെ 10:30 ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടക്കും. മെഗാ തൊഴിൽമേള. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും എംപ്ലോയബിലിറ്റി സെന്ററും ഒക്ടോബർ 21 ക്വസ്റ്റ് 2023 എന്ന പേരിൽ മെഗാ തൊഴിൽമേള സംഘടിപ്പിക്കുന്നു. ആദ്യഘട്ടത്തിലായി ലീഡേഴ്സ് കോളേജിൽ രാവിലെ 9 മണി മുതൽ നടക്കുന്ന മേള കടന്നപ്പള്ളി രാമചന്ദ്രൻ MLA
കാലാവസ്ഥ. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. കാലാവസ്ഥാ വിഭാഗത്തിന്റെ ഏറ്റവും പുതിയ അറിയിപ്പ് പ്രകാരം 3 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ് യെല്ലോ അലേർട്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. തെക്കൻ മധ്യ കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നു. യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നതിനാൽ മഴ ശക്തി പ്രാപിക്കാൻ സാധ്യതയുള്ള മലയോര മേഖലകളിൽ പ്രത്യേകം ജാഗ്രത പുലർത്തേണ്ടതാണെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. തെക്ക് കിഴക്കൻ അറബിക്കടലിനും ലക്ഷദ്വീപിനും മുകളിലായി സ്ഥിതി ചെയ്യുന്ന ചക്രവാത ചുഴി ശക്തി പ്രാപിച്ചാണ് തെക്ക് കിഴക്കൻ അറബിക്കടലിനും മധ്യകിഴക്കൻ അറബിക്കടലിനും മുകളിലായി ന്യൂനമർദ്ദമായി മാറിയത്. തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിനും ആൻഡമാൻ കടലിനും മുകളിലായി ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നു. പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിക്കുന്ന ചക്രവാത ചുഴി ഒക്ടോബർ 20 മധ്യ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാനാണ് സാധ്യത. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകി. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മേജർ രവീസ് അക്കാദമിയിലെ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും യാത്രയയപ്പും നൽകുന്നു. യുദ്ധസ്മാരകത്തിൽ നിന്നും ഘോഷയാത്രയായി എത്തിയാണ് 21 വിദ്യാർത്ഥികൾക്കുള്ള ആദരവ് നൽകുക. ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് ഹരിത കർമ്മസേനാംഗങ്ങൾക്കായി ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. 1ാം സ്ഥാനം കരസ്ഥമാക്കി പായം ഗ്രാമപഞ്ചായത്ത്. കണ്ണൂർ വിമാനത്താവളത്തിന് പോയിന്റ് ഓഫ് കോൾ പതിവ് നൽകാനുള്ള നടപടി സ്വീകരിക്കണം. പ്രമേയത്തിലൂടെ ആവശ്യവുമായി കേരള പ്രവാസി സംഘം. നായനാർ അക്കാദമിയിൽ നടന്ന പരിപാടി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.